ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു കട്ട്ലേറ്റ് ആയാലോ. വളരെ സിമ്പിളും, മുട്ടയും അധികം വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 2 ഉള്ളിയും, മല്ലിയില, കറിവേപ്പില, 4 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളിയാണ്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ ഉള്ളി ആദ്യം വഴറ്റിയെടുക്കാം. നമ്മുടെ വീട്ടിൽ മുട്ടയും ഓയിലും വെളിച്ചെണ്ണ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കും എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊന്നും ആവശ്യമില്ലാണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആദ്യം മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് ആ വീഡിയോ മിസ്സായി പോയതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും ഒരല്പം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ 5 പീസ് ബ്രെഡാണ്. അത് നമുക്ക് ഇതുപോലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ 2 പീസ് ബ്രെഡിൻ്റെ പൊടി നമ്മൾ വേറെ തന്നെ മാറ്റി വെക്കണം. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വേവിച്ചെടുത്തിട്ടില്ലേ, അതിലേക്ക് നമ്മൾ മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് 2 ബ്രെഡിൻ്റെ പൊടി വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പൊടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് നല്ലോണം കുഴച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ബ്രെഡ് പൊടിയിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് കുറച്ച് അല്പാൽപ്പം നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതധികം എണ്ണയൊന്നും കുടിക്കില്ല. ഒരല്പം എണ്ണനെ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കാം. വെറുതെ പറയുന്നല്ല, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് വിചാരിക്കും. അത്രയും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അതും വെജിറ്റേറിയൻ കട്ട്ലേറ്റ് ആണല്ലോ. ഇതിൽ ചിക്കനോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ലോണം ചെയ്യാൻ പറ്റുന്ന അടിപൊളി കട്ട്ലേറ്റാണിത്. ഇടയ്ക്കൊക്കെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ ഇതുപോലെ തിരിച്ചു മറിച്ചിടുന്ന സമയത്തൊക്കെ നമുക്ക് കുറേശ്ശെയായിട്ട് വെളിച്ചെണ്ണ ഇതിലേക്ക് ആക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോഴെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇത് നമ്മൾ സോസ് കൂട്ടിയിട്ട് തന്നെ കഴിക്കണം. ടൊമാറ്റോ സോസ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ സോസ് ഉണ്ടാക്കി ഇതിലേക്ക് ഒഴിച്ച് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.